ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാ സ്വയംവരം. വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിഥിലാപുരിയിൽ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും എത്തി. സ്വയംവര മഹോത്സവത്തിൻ്റെ ആദ്യ ചടങ്ങുകൾ നടക്കുകയാണ് അവിടെ. ജനക മഹാരാജാവിൻ്റെ ക്ഷണമനുസരിച്ച് അവിടെ നിരവധി രാജാക്കന്മാരെത്തിയിട്ടുണ്ട്. യാഗഭൂമി ഉഴുതുകൊണ്ടിരിക്കെ ജനകന് കിട്ടിയ പെൺകുട്ടിയാണ് സീത. സന്താനമില്ലാതെ ദുഃഖിച്ചിരുന്ന അദ്ദേഹത്തിന് സീത യഥാർത്ഥത്തിലൊരു പുത്രിയായി തന്നെ തീർന്നു. ഈ സീതയെ അസാധാരണ സാമർഥ്യമുള്ള ഒരു രാജകുമാരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ കൈവശം വന്നു ചേർന്ന ശൈവചാപം എടുത്ത് ഞാണേറ്റുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന ഒരു പരീക്ഷണവും ഏർപ്പെടുത്തി. ജനകമന്ത്രിയായ ശതാനന്ദൻ രാജനിർദ്ദേശപ്രകാരം പ്രസ്തുത ത്രയംബകം വില്ല് കൊണ്ടുവന്നു. മുറപ്രകാരം ഓരോ രാജാക്കന്മാരും അതെടുത്തു കുലയ്ക്കുവാനുള്ള പരീക്ഷണം തുടങ്ങി. ചിലർക്ക് അതൊന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. മറ്റു ചിലർ ഉയർത്തിയെങ്കിലും വില്ലോടുകൂടി അടുത്ത ക്ഷണത്തിൽ നിലംപതിച്ചു. സീതയുടെ സൗന്ദര്യാതിരേകത്താൽ ഭ്രമിച്ച രാവണൻ പോലും ആ വില്ലെടുത്തു കുലയ്ക്കുവാൻ എത്തിയിരുന്നു. പക്ഷേ ആ ദിവ്യായുധം എടുത്തു പൊക്കുന്ന വേളയിൽ കൈതെറ്റി രാവണൻ അതിനടിയിൽപ്പെട്ട് മരണവെപ്രാളം കാട്ടിക്കൂട്ടുകയാണ് ചെയ്തത്. സഹതാപം തോന്നിയ രാമൻ ഉടൻ ഓടിച്ചെന്ന് ആ വില്ലെടുത്തു മാറ്റി രാവണനെ രക്ഷിച്ചു. അടുത്ത ഊഴം രാമൻ്റേതായിരുന്നു. രാമൻ വില്ലിനരികെ ചെന്ന് കൈകൂപ്പി വന്ദിച്ച ശേഷം വിശ്വാമിത്ര മഹർഷിയെ ഒന്ന് നോക്കി. മഹർഷിയുടെ അനുമതിയോടുകൂടി അടുത്ത ക്ഷണത്തിൽ ആ ചാപം എടുത്തുയർത്തി ഞാണേറ്റുകയും ചെയ്തു. അതോടെ വലിയ ഒരു ശബ്ദത്തോടെ ആ ശിവചാപം രണ്ടായി ഒടിഞ്ഞു നിലംപതിച്ചു. ജനക മഹാരാജാവ് സന്തുഷ്ടനായി. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീത രാമന്റെ കഴുത്തിൽ ഭരണമാല്യം അണിയിച്ചു. ആചാരപ്രകാരം സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കാൻ ജനകൻ തീരുമാനിച്ചു. ജനകൻ അയോധ്യയിലേക്ക് ദൂതന്മാരെ അയച്ചു. ദശരഥൻ പത്നിമാരോടും ഭരത ശത്രുഘ്നന്മാരോടും വസിഷ്ഠനോടുമായി മിഥിലയിൽ എത്തിച്ചേർന്നു. മകം നക്ഷത്ര ദിവസം ആചാരപ്രകാരം വിവാഹനിശ്ചയം നടത്തുകയും 3-ാം ദിവസം ഉത്രം നക്ഷത്രത്തിൽ ശുഭമുഹൂർത്തത്തിൽ സീതയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജനകൻ ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും യഥാക്രമം ഭരതശത്രുഘ്നന്മാർക്കും വിവാഹം ചെയ്തു കൊടുത്തു. വിശ്വാമിത്രൻ ദമ്പതിമാരെ അനുഗ്രഹിച്ചു. 4 വിവാഹ മഹോത്സവങ്ങൾ കൊണ്ട് നാടെങ്ങും ഇളകിമറിഞ്ഞു. എവിടെയും സന്തോഷാരവങ്ങൾ. വിവാഹത്തിന് ശേഷം ജനകന്റെ അപേക്ഷ പ്രകാരം ദശരഥനും മറ്റും കുറച്ചുനാൾ മിഥിലയിൽ താമസിച്ച ശേഷമാണ് മടങ്ങിയത്. ദശരഥനെയും പരിവാരങ്ങളെയും ജനകൻ ഒരു ചക്രവർത്തിക്ക് യോജിച്ച വിധത്തിൽ അയോധ്യയിലേക്ക് യാത്രയച്ചു. അവർ ഉത്സാഹത്തോടെ മടങ്ങി. വിശ്വാമിത്ര മഹർഷി തപസ്സിനായി ഹിമാലയത്തിലേക്കും തിരിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.